ഗ്യാസിന്റെ വില അങ്ങനെ അടിക്കടി കൂടുകയാണ്, പ്രത്യേകിച്ച് വാണിജ്യ ഗ്യാസിന്റെ വിലയൊക്കെ അടിക്കടി. ഓ, എത്ര വട്ടം? പലതവണ കൂടിയിട്ടുണ്ടല്ലോ. ആണോ? എത്ര കൂടിയിട്ടില്ലേ? കൂടിയിട്ടുണ്ടേ. ഇപ്പൊ കൊച്ചിയില് എത്ര വില സമറിയോ? കൊച്ചിയിലിപ്പോ വാണിജ്യ ഗ്യാസിന്റെ വില അതവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ടാ കൂടിയത്? എന്തുകൊണ്ടാണ് സാർ പറയുന്നത്? നമ്മള് ഏറുപടക്കം എറിഞ്ഞിട്ടാണോ? ചുമ്മാ ഇരിക്കും സാർ. ലോകം മുഴുവൻ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെ സംബന്ധിച്ച് ഇന്നലെ വ്യക്തമായി മീഡിയയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അത് കേരളം മുഴുവൻ അറിഞ്ഞിട്ടുണ്ട്. അത്രയും മതി. നിയന്ത്രിക്കാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് സാധാരണക്കാർക്ക് ഒരു 4 പേരുടെ കണക്ക് വെച്ച് പറഞ്ഞിരുന്നല്ലോ, എളുപ്പം മനസ്സിലാവുന്ന ഒരു കണക്കായിട്ട് തോന്നുന്നു. അല്ല, പെർ ഹെഡ് ഒരു വീട്ടിൽ എത്രയാണ് ഗ്യാസിന് ഇന്ന് വരെ കാശ് ചെലവാക്കിയിട്ടുള്ളത്, ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എത്രയാണ് അധികം ചെലവാക്കേണ്ടി വരുന്നതെന്ന് പറയുന്ന കണക്ക് പറഞ്ഞു. അത്രയും കുടുംബം ഇപ്പൊ ചായയുടെ വില കൂടി കൂടുന്ന സാധാരണക്കാരൊക്കെ ബാധിക്കും. സാർ, ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കൂ. നമ്മളിത് എങ്ങൊന്നുമില്ലാതെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ലല്ലോ. ഇതൊരു മെനോവറിംഗ് മെത്തേഡാണ്, ഒരു കൺട്രോളിംഗ് മെത്തേഡാണ്. നമുക്ക് അങ്ങനെ പോയാലേ ഗ്യാസ് ഉണ്ടാവൂ കൊടുക്കാൻ. ഇല്ലാതായാൽ എന്ത് ചെയ്യും? ഇത് സാധാരണക്കാരായ ചായക്കടക്കാർക്ക് പറയുന്ന അവർക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇത് വീടുകളിൽ ഇതെത്താൻ വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കമേഴ്ഷ്യൽ സിലിണ്ടേഴ്സിന് റെസ്ട്രിക്ഷൻ വെച്ചിട്ടുള്ളത്. വീടുകളിലാണ് പൗരന്മാർ ജീവിക്കുന്നത്, അല്ലെ? എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് പോകാനാണ് നോക്കുന്നത്. ഇതൊരു എക്സ്ട്രോട്ടറി മെത്തേഡായിട്ടൊന്നും കൊണ്ടുവന്നൊന്നുമല്ല. നമ്മൾ ചരിത്രം പരിശോധിക്കുക, അതനുസരിച്ച് കുറയ്ക്കേണ്ടതാണെങ്കിൽ കുറച്ചിരിക്കും. കുറയ്ക്കണമെന്നുള്ളത് തന്നെയാണ് എന്റെയും പക്ഷം. വെള്ളം നിയന്ത്രിക്കാനുള്ള നടപടികളൊക്കെ യുദ്ധം അവസാനിപ്പിക്കാൻ എന്തെങ്കിലും തീരുമാനമായോ? നിങ്ങൾക്കറിയാൻ പറ്റുമായിരിക്കില്ല. ആയോ? അതെ. ഇതെല്ലാം യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ്. ലഭ്യത ഇല്ലാതാവാൻ പാടില്ല. അതിനുവേണ്ടുന്ന എല്ലാ മെഷേഴ്സും എടുത്തിട്ടുണ്ട്. അല്ല, അത് എനിക്കറിയത്തില്ല. അത് അവരുടെ പ്രിറഗേറ്റീവാണ്. അത് നമുക്ക് പുഷ് ചെയ്യാനൊക്കത്തില്ല. ഇത് 10 രൂപയോളം വർദ്ധിപ്പിച്ച സമയത്ത് അത് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാതെ കേന്ദ്ര സർക്കാരിന്റെ ടാക്സ് വെട്ടിക്കുറച്ചുകൊണ്ട് ആ 9 രൂപ 90 പൈസ കേന്ദ്ര ഗവൺമെന്റ് കണ്ടെയ്ൻ ചെയ്ത ഒരു ചരിത്രം കൂടി ഈ പ്രൈസ് ഹൈക്കിലാണ്. 2 പ്രാവശ്യമാണ് കൂടിയിരിക്കുന്നത്. 3 രൂപ 90 പൈസ കൂടിയപ്പോൾ മാത്രമാണ് അത് ജനങ്ങളുടെ ബില്ലിൽ റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത്. അത് സ്വാഭാവികം തന്നെയാണ്. തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളുടെ എല്ലാം കണക്ക് നോക്കിക്കോളൂ, അല്ലേ? നമ്മളെക്കാൾ കരുത്തുള്ള രാജ്യങ്ങളിലെ വിലയും നോക്കിക്കോളൂ. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലെ വിലയും നോക്കിക്കോളൂ. അപ്പൊ ഇത് ഇന്ത്യയിൽ മാത്രം കരുതിക്കൂട്ടി അങ്ങനെ ഒരു ഭാഷ ഇതിന് പാടില്ല. താങ്ക് യു.